ഞങ്ങളുടെ കടൻ്റെ സൈഡിലെല്ലാം വെള്ളമായി. ആ സൈഡിൽ തോടായിരുന്നല്ലോ, അപ്പോൾ തോടും റോഡും ഒന്നും ഇപ്പോൾ മനസ്സിലാവുന്നില്ല, ഫുള്ളായിട്ട് വെള്ളമായി. കടനകത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഏട്ടൻ്റെ ഓട്ടോ നിർത്തി അവിടെ എല്ലാം വെള്ളമായി. ഓട്ടോ ഇപ്പോൾ കാരണം ഇപ്പോൾ വെളിയിൽ ഇറക്കാനും പറ്റില്ല. കാരണം ഞങ്ങൾ 3 മണിക്കാണ് അറിഞ്ഞത്. അപ്പോഴേക്കും ഏകദേശം എല്ലാവിടെയും വെള്ളമായി. അപ്പോൾ ഈ കണ്ടോ, വെളിയിൽ ഇങ്ങനെ ഇറക്കാൻ പറ്റില്ല. വെളിയിൽ ഇറക്കി കഴിഞ്ഞ് വെച്ചാൽ എഞ്ചിനിൽ വെള്ളം കയറി പെട്ടെന്ന് ഓഫായി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെയൊക്കെ വെള്ളം തന്നെ ഉണ്ടല്ലേ, ഓട്ടോ ഇങ്ങനെ പുറകിലോട്ട് എടുത്തിട്ട് പോകാൻ. ആ താഴ്ചയൊക്കെ വെള്ളം എന്തുകൊണ്ട് കടലിൻ്റെ ഉള്ളിൽ ഇത്രയും വെള്ളമായി. ഇപ്പം ഈ മെഷീനെല്ലാം എടുത്ത് മേലെ കയറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാം നനയും. മെഷീൻ നനയാനും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വെള്ളം കയറിയത് കാരണം കൊണ്ട് കണ്ടോ, തോട്ടിൻ്റെ സൈഡിലെ പാമ്പൊക്കെ ഉള്ളിൽ കയറിയിരിക്കുന്നു. എന്ത് ദൈവമേ, മേലെ കയറുവോ? ഇതുണ്ടോ ഇപ്പോൾ ആ കാണുന്നതാണ് ആ ഏട്ടൻ മേലെ നിൽക്കുന്നില്ലേ, സൈഡ് കാണുന്നില്ലേ, അതാണ് തോട്. റോഡും തോടും ഇപ്പം ഏതാണെന്ന് തിരിച്ചറിയാണ്ടായി. ഫുള്ളായിട്ട് ഇപ്പം എല്ലാ സംഭവമായിട്ട് ഫുള്ളായിട്ട് വെള്ളമാണ്. ഈ വർഷം കോടിക്കണക്കിന് പൈസ മുടക്കി. ഫ്രണ്ടിൽ മേലത്തെ ഫ്ലാറ്റിലെ കാറാണ് നിൽക്കുന്നത്. അവരാരും അറിഞ്ഞില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെയൊക്കെ വിളിച്ചെടുത്തത് വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും കാറൊന്നും എടുക്കാൻ പറ്റില്ല. രണ്ട് 3 കാറ് ഇപ്പുറത്തെ അവിടെ അയറ്റത്തായിട്ടൊരു വീട്ടിലും അതേപോലെ കാറ് നിൽക്കുന്നുണ്ട്. എല്ലാം വെള്ളത്തിലാണ്. രക്ഷാപ്രവർത്തകർ വന്നിട്ട് ആ കാറൊന്ന് ഓണാക്കുകയും ചെയ്യുന്നത് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്തായാലും പലരും ഉറങ്ങി എണിച്ചിട്ട് വീട്ടിന് ഇമ്പർക്ക് വന്ന് നോക്കുന്ന സമയത്തായിരിക്കും വീട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയത് അറിയുന്നത്. അന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ വെള്ളം കയറുന്നത്. 2018 ശേഷം 2019 20 വെള്ളം അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനുശേഷം ഇപ്പോഴാണ് ഇത്രയും വെള്ളം കയറുന്നത്. പക്ഷെ 2018 ഇതിനേക്കാൾ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡാമും കൂടെ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം അധികം വെള്ളമില്ല. ഞങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. താഴെയായിട്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ വന്നിട്ട് ആ വീട്ടിലുള്ള ആൾക്കാരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരിപ്പോൾ കാണുമ്പോൾ 2018 ഇവിടെയുള്ള ആളുകളേക്ക് മാറ്റിയതാണ് ഓർമ്മ വരുന്നത്. എന്തായാലും ഇതൊക്കെ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ.